എവിടെ നോക്കിക്കഴിഞ്ഞാലും കടാന്ന് കടമില്ലാതെ ജനങ്ങളിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും കടം, എന്തെങ്കിലും ഒരു കടം ഉണ്ടാവും. ഒന്നിക്കലും ഒരു AC-ൻ്റെ കടം ഉണ്ടാവും, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാനിൻ്റെ കടം ഉണ്ടാവും, വീട്ടിൻ്റെ കടം ഉണ്ടാവും, വണ്ടിയുടെ കടം ഉണ്ടാകും. അതുപോലെ പല തരത്തിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ജോലി ചെയ്യുന്നത് എന്തിനാ അറിയാം? EMI അടിക്കാണല്ലോ ഭഗവാനെ എന്ന് ആലോചിച്ചിട്ടാണ്. ഭക്ഷണമൊന്നും കഴിക്കണ്ട, ഭക്ഷണം കഴിക്കാനൊന്നും ഒരുത്തനും ജോലിക്ക് പോകുന്നില്ല. EMI എങ്ങനെ അടക്കണ്ടോന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചങ്ക് പടഞ്ഞിരിക്കുന്ന മലയാളികളാണ് ഇപ്പോഴും. അതായത് കാറായാലും വീടായാലും എന്തിനധികം പറയുന്നത്, ജീവിതത്തിൽ പോലും സന്തോഷിക്കാൻ കഴിയാത്ത വിധത്തിൽ 50-60 വയസ്സായവർ വരെ ഇപ്പോഴും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. എന്താ സംഭവം എന്നറിയാം? 70-80 ലക്ഷം റുപ്യേൻ്റെ വീടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മക്കളുടെ കല്യാണം കഴിഞ്ഞു, പേരക്കുട്ടികളായി, എന്നിട്ടും ഇവർക്ക് നാട്ടിലെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ കുത്തഴിഞ്ഞ ജീവിതം തന്നെയാണ്. അപ്പുറത്തുള്ളവൻ ഓൻ എഞ്ചിനീയർ ആയിരിക്കും, അവൻ വലിയ വീട് വെച്ചിട്ടുണ്ട്, അവനെക്കാട്ടിയും വലിയ വീട് വെക്കണം. ഞാനൊരു ഗൾഫുകാരനല്ലേ, നമ്മളെന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? അവനെക്കാട്ടിയും വലിയ വീടും വെച്ചിട്ട് നമ്മൾ പിന്നെ അങ്ങ് ഗൾഫിലേക്ക് അങ്ങ് ഇറങ്ങും. ഗൾഫിൽ 8 മണിക്കൂറാണ് പണിയെങ്കിൽ എല്ലാ ഓവർ ടൈമിനും ചാടി വീഴും. അതുമാത്രവുമല്ല, ജോലി കഴിഞ്ഞിട്ടും എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിനും പോകും. അങ്ങനെ 12-1 മണിക്കും വന്നു, പിന്നെ 6 മണിക്ക് ആദ്യവും പോയി. അങ്ങനെ ജോലി ചെയ്തിട്ട് വരെ നമ്മുടെ കടവും വീട്ടൂല. അവസാനം എല്ലാ ആരോഗ്യവും ക്ഷയിച്ച് പിന്നെ എന്നാണ് കിഡ്നിയും ഫെയിലായിട്ട് നമ്മളിങ്ങനെ നത്തി കുത്തി നാട്ടിലേക്ക് വരും. അവിടെ എത്തുമ്പോഴേക്ക് ഭാര്യ പറയും, എന്തിനാണ് കടം വീടാണ് ഇങ്ങോട്ട് വന്നിനി എന്ന് പറഞ്ഞിട്ട് ഭാര്യ അവിടെ നിന്ന് ഓടിക്കും. ഇതാണ് ഇപ്പോഴും മലയാളികളുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. 2 ദിവസം മുമ്പ് ഒരു അമ്മയെയും അതുപോലെ ഒരു 3-4 സ്ത്രീകൾ മാത്രമുള്ള ഒരു വീടാണ്. അവർ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ലക്ഷം കറ്റ എടുത്തത്. അത് ഈ പിന്നെ എന്താ പറയുക, നമ്മളെ മൊത്തമൂറ്റുന്നൊരു സ്ഥാപനം ഉണ്ടല്ലോ, ഈ പാപ്പച്ചേട്ടൻ്റെ ഒരു മൊത്തമൂറ്റുന്നൊരു സാധനമുണ്ട്, അവിടെ നിന്നാണ് എടുത്തത്. അവിടെ നിന്ന് എടുത്തിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഏതായാലും അടക്കാം എന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ 4 ലക്ഷം മാത്രമായിരുന്നു ആ കടം. ഒരു ദിവസം വൈകുമ്പോഴേക്ക് അത് 5.25 ലക്ഷമായിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇവർ ന്യായീകരണങ്ങൾ പറയുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി 4 ലക്ഷം അടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ കിട്ടുന്നായപ്പോൾ ഈ മൊത്തം മൂറ്റുന്ന സ്ഥാപനം ഉണ്ടല്ലോ, ഇവന്മാരുടെ ഈ അടവ് മാറിയിട്ട് ഇവന്മാർ എന്ത് ചെയ്തു? 1.25 ലക്ഷം കൂടി എക്സ്ട്രാ ആയിട്ട് അങ്ങ് എഴുതി ചേർത്തു. എൻ്റെ പൊന്നു മക്കളെ, ഈ ലോണിന് വേണ്ടിയിട്ട് ആൾക്കാർ നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്തെങ്കിലും ഒരു ഗതി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ ലോക്കലുണ്ടല്ലോ, ഈ മൊത്തമൂറ്റിയും ഈ ചണപ്പുറവും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പറയേണ്ടത്, ഈ തേജേന്ദ്രയും, ഇങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇവന്മാരുടെ കയ്യിൽ നിന്നൊന്നും നിങ്ങൾ ലോൺ എടുത്തേക്കല്ലേ. നിങ്ങൾക്ക് ഏകദേശം ഇവരുടെ കമ്പനീൻ്റെ പേരെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. അതുപോലെ ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചടക്കാൻ കഴിയറില്ലേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാർ പൈസ തരുന്നത്. എന്തിനാ അറിയാം? ഈ 5 സെൻറ്റ് വീടുമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു മൊത്തമൂറ്റിയും അതുപോലെ തന്നെ ഒരു ചണപ്പുറവും പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനാ ഇവന്മാർ ഒന്നും എന്ന് പറഞ്ഞാൽ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ലോണ് തരൂല. അതുകൊണ്ട് നമ്മളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ ലോണ് വേണോ എന്ന് വിളിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മളുണ്ടല്ലോ പരമാവധി നമ്മൾ ഒഴിവാക്കുക. അതായത് വേണ്ടാന്ന് വെക്കുക. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളോട് പറയുകയാണ്, ചേട്ടാ നിങ്ങൾ എന്താ EMI ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് പ്രലോഭിപ്പിക്കുകയാണ്. അതായത് വീട്ടിൽ സാധനം എത്തിച്ചു തരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ EMI പേപ്പറൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് റെഡിയാക്കുമ്പോഴേക്ക് ചായ, ജ്യൂസ് ഇതൊക്കെ തരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവർക്ക് എന്തൊരു കരുതലാന്ന്. നമ്മളൊന്ന് സൂഹിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്തെല്ലാം ചെയ്തു തരുന്നു. എൻ്റെ മക്കളെ, ഒരെണ്ണം തെറ്റി നോക്കണം ഇവൻ്റെ കൃത്യമായിട്ടുള്ളൊരു ഇതറിയണമെങ്കിൽ. അതായത് കുറച്ച് നാൾ മുമ്പ് മകളുടെ കല്യാണത്തിനും കാറ്റെന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിന്. ഒരു കടയിൽ പോയി, ചേട്ടാ കല്യാണമാണോ? അതെ, ആ കല്യാണത്തിന് ഞങ്ങൾ എല്ലാ സാധനവും തരാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് വേണ്ടതും അങ്ങനെ EMI അല്ലേ, ഏതായാലും പിന്നെ എന്താ വേണ്ടത്, മാസത്തിൽ 3000-4000 കെട്ടിൽ അടക്കണ്ടു എന്നാണ് ഇയാളും കരുതിയത്. 2 മാസത്തെ അടവടക്കാൻ വിട്ടുപോയിരുന്നു. ആ 2 മാസത്തെ അടവിൽ ഇവർ കൃത്യമായിട്ട് വന്നതെപ്പാന്നറിയാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് വിരുന്നുകാരുള്ള ദിവസമാണ് ഇവർ വന്നത്. എന്തിനാണെന്നറിയാം? അതായത് ഇവർക്ക് വേണമെങ്കിൽ ഇന്ന് വിരുന്നല്ലേ എന്ന് വിചാരിച്ച് ഇവർക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ മനുഷ്യത്വപരമായിട്ട് അയാളെ സ്വകാര്യം വിളിച്ചു പറയാം. പക്ഷെ ഇവർ അതല്ല ആലോചിച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, ഇപ്പോഴും നാറ്റിച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഒരു ചോരത്തളപ്പുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ആയുഷ്കാലം മുഴുവൻ ഇയാളിങ്ങനെ ഈ സൗജന്യം എടുക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ഈ വിരുന്നുകാരുടെ മുമ്പിൽ പോയിട്ട് തന്നെ EMIയുടെ കാര്യം ചോദിക്കുകയും അവരങ്ങനെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ അവിടെയുള്ള എല്ലാവരും അറിഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെയാണ് ഇവർ. നമ്മളീ കാണുന്നവരൊന്നും പറഞ്ഞാൽ നല്ലവരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒന്നും കരുതണ്ട. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറുക്കന്മാരാണ്.
നമ്മുടെ കഴുത്തറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1 രൂപ പോലും ലോണില്ലാത്ത ആൾക്കാരുണ്ടാവില്ല. നമുക്ക് അത്യാവശ്യത്തിനെന്ന് പറഞ്ഞാൽ ലോൺ എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്കുകാരും നമുക്ക് ലോൺ തരൂല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തല വെച്ച് കൊടുക്കലേ പറ്റുള്ളൂ ബ്ലേഡിന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ പല ആൾക്കാരും പറയുന്നത് കേട്ടു, എന്തിനാണ് പോയിട്ട് വെറുതെ ലോൺ എടുക്കുന്നത്, എന്തിനാണ് ലോൺ എടുക്കുന്നത് എന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. പക്ഷേ എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ ഇവിടുത്തെ ചികിത്സാ രീതികളായാലും അതുപോലെ തന്നെ വിലക്കയറ്റമായി കഴിഞ്ഞാലും, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, പട്ടിണി കിടക്കണ്ടെങ്കിൽ ഇവിടെ 500 റുപ്യ വേണം. ആലോചിച്ച് നോക്കുക നിങ്ങൾ. അങ്ങനെയായിപ്പോയി നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ, പച്ചവെള്ളത്തിന് വരെ ഇപ്പം പൈസ കൊടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ തലവെച്ച് കൊടുക്കേണ്ടി വരും. അങ്ങനെ തലവെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിഴിയുന്നത് അവർ തന്നെയാണ്. അതായത് ഇവിടെ ഗവൺമെൻറ് സംവിധാനങ്ങളും ഈ ബാങ്കും നാഷണലൈസ് ബാങ്കൊന്നും സാധാരണക്കാരനുള്ളതല്ല. അതൊക്കെ നല്ല ഗവൺമെൻറ് ജോലിക്കാരനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിച്ചിട്ട് സാലറി സ്ലിപ്പ് കൊടുക്കുന്നവരും. ഇവിടെ ഗൾഫിൽ ജോലിയിൽ എത്ര ആൾക്കാർക്ക് സാലറി സ്ലിപ്പ് കിട്ടും, അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് അവിടെ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ സാലറി സ്ലിപ്പ് കിട്ടത്തുള്ളൂ. ആ സ്ലിപ്പും കൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ലോണിന് ചോദിക്കുമ്പോൾ തന്നെ അതിനുള്ള മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ 10ൻ്റെ പൈസയുമാർ തരത്തില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പം കിട്ടുന്ന വഴി ഏതാണ്? ഇതുപോലുള്ള ബാങ്കുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ പാവങ്ങൾ അവിടെ പോയിട്ട് തലവെച്ച് കൊടുക്കുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ദുരിതപ്പാടാണ് നമ്മൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ദുരിതപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൃഹനാഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്കൽ എന്തെങ്കിലും ചെയ്യും, ഇല്ലെങ്കിൽ അയാൾ ഓട്ടോമാറ്റിക്കായിട്ട് ഹൃദയാഘാതം വന്ന് മരിക്കും. ഇതാണ് മിക്ക വീട്ടിലെയും സ്ഥിതി. വലിയ വലിയ വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെയൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷകരമായിട്ട് ജീവിക്കുന്നുണ്ടോ? അത് മാത്രമാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒന്നിക്കൽ ഗൃഹനാഥം പുറത്തുണ്ടാകും, ഇല്ലെങ്കിൽ മക്കളാരെങ്കിലും പുറത്തുണ്ടാകും. അടിമയെ പോലെ പണിയെടുക്കലായിരിക്കും അവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, 2 മക്കളും ഭാര്യയും ഭർത്താവും ആണെങ്കിൽ 3 റൂമിൻ്റെ ആവശ്യമേ ഉള്ളൂ. മറ്റവനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എടുത്തോട്ടെ, അവൻ വലിയ വീടെടുക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. കാരണം അവനെ കാണിക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ, നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതാണ് വേണ്ടത്. അല്ലാതെ വലിയ ബംഗ്ലാവ് എടുത്തിട്ടിട്ട് വലിയ കാറും എടുത്തിട്ടിട്ട് ഒരു കാര്യമില്ലാതായി പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അഷ്ടിക വകയിലെങ്കിൽ ശരി ഗൾഫിൽ നിന്ന് വന്നവർ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാം, ഈ സഹീന്ദ്രൻ്റെ ഓഫീസിലേക്ക് നേരെ പോകും. എന്നിട്ട് അങ്ങനെയില്ല എന്തെങ്കിലും ഒരു വലിയ കാറ് 10-20 ലക്ഷം കൊടുത്തിട്ട് ഇങ്ങ് വാങ്ങിക്കും. അവനെന്നാ വിചാരിക്കുന്നത് അറിയാം, 35,000 രൂപ അയക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 15,000 രൂപ EMI, 20,000 രൂപ വീട്ടു ചെലവ്. ഇതാണ് അവൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഇപ്പം പോയിട്ട് എന്ത് ചെയ്യും? ഒരു 3-4 മാസം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവന് മടുക്കും ഇത്. അതായത് ഈ കാറ് വേണ്ടായിരുന്നു. പിന്നെ ഇത് വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാലോ 10 ലക്ഷം പോലും ഇനി കിട്ടത്തുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള പലരുടെയും അവസ്ഥ. ഞാനിത് പറയാൻ കാരണം നിങ്ങളോട് പറഞ്ഞല്ലോ, ആ ഒരു മൈക്രോ ഫിനാൻസ് എന്തോ പറഞ്ഞിട്ട് ലോൺ എടുത്തതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ എന്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ശരി, ഒരു ഒലക്കിയില്ല. നമുക്കൊരു കുടില ഉള്ളെങ്കിൽ അത് മതി. അവിടെ വരുന്ന ആൾ മതി. നമ്മളെ കളിയാക്കിക്കോട്ടെ. എന്തെന്നാണോ നീ കുറേ നാളായല്ലോ ഗൾഫിൽ പോയി നിന്നിട്ട് ഒരു വീട് പോലെ എടുത്തില്ലേ? ചില ആൾക്കാർ പറയും, ചില ഭാര്യമാർ പറയും, എന്താണെന്നറിയാം, ഈ പട്ടിക്കൂട് വലിയ വീട്ടിലാണോ ഞാൻ കഴിയേണ്ടത്? അവർ പറയും, പറഞ്ഞോട്ടെ, നമ്മുടെ കീശയിൽ എത്രയുണ്ട് അതിന് മാത്രം എടുക്കുവാന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അറിയട്ടെ ഇത്. പിന്നെ ഇത് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് ഇതിനിടയ്ക്കൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ ഈ ഒരു വീഡിയോ നിങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന്. എന്താണെന്ന് വെച്ചാൽ അയാൾ ഗൾഫിലാണ്. അയാൾക്ക് ഏകദേശം തന്നെ ഒരു 10-40 രൂപ നാട്ടിലേക്ക് അയക്കാൻ കഴിയും. അയാളുടെ ഒരു അളിയൻ്റെ വീട്ടിൽ കൂടി ഒരു ഫ്രിഡ്ജ് കൊടുക്കണമെന്ന് ഭാര്യയ്ക്ക് ഒരേ നിർബന്ധം. ചെറിയ ഫ്രിഡ്ജ് നിങ്ങൾ വാങ്ങിച്ചോന്ന് പറഞ്ഞു. ഇത് പോയിട്ട് എന്ന് പറയുന്നത് ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ? ഈ EMI അടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. നമ്മളെ നന്നായിട്ട് ദ്രോഹിക്കുന്ന നമ്മളെ കുടുംബിനികളും ഉണ്ട്. അപ്പം നന്ദി, നമസ്കാരം.